ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഒരു ഉഗ്രം വോൾഡക്കയറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പിസ്തയുടെ ഷെല്ലില്ലേ, ഈ ഷെല്ല് വെച്ചിട്ടാണ് ഞാനിന്ന് വോൾഡക്കയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ഷെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു കാർഡ്ബോർഡും കൂടെ വേണം. ഈ കാർഡ്ബോർഡ് ഞാൻ ലവിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ലവിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലെല്ലാം ഒന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഉള്ളിലും കവർ ചെയ്യുന്നുണ്ട്, പുറത്തും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേഗം ചെയ്യാവുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ്. എല്ലാവർക്കും ഇത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. ഞാനൊരു ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ പിസ്തയുടെ ഷെല്ലിന് കളറൊന്നും ചെയ്യുന്നില്ല. സോ അത് കാരണം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് കളറിലാണ് ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് പിസ്ത ഷെല്ല് വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നല്ല ഷേപ്പായിട്ടുള്ള ഷെല്ല് തന്നെ എടുക്കണം കേട്ടോ. പൊട്ടിപ്പോയ ഷെല്ലൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഫെവിക്കോൾ ആണെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി കേട്ടോ. ഇത് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 2 ലീഫ് ഇരിക്കുന്ന പോലെയാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇതൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സയുടെ ഷെല്ലുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേഗം ചെയ്തെടുക്കാവുന്നതാണ് ഈ ക്രാഫ്റ്റ്. ഒരു കാർഡ്ബോർഡും പിസ്സയുടെ ഷെല്ലും മാത്രം മതിയേ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ലീഫ് നിൽക്കുന്ന പോലെ തന്നെയാണ് ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു സൈഡ് ഹാർട്ടിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് 2 സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ കളറൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. ഇതിന് വുഡിൻ്റെ കളർ തന്നെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് തെർമോക്കോൾ ഒട്ടിച്ചു കൊടുക്കാവേ. കളർഫുള്ളായിട്ടുള്ള തെർമോക്കോൾ മേടിക്കാൻ കിട്ടുമല്ലോ. അതിനകത്തുനിന്ന് വൈറ്റ് കളറിലെ തെർമോക്കോൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഒരേ വലുപ്പത്തിലുള്ളത് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. മാക്സിമം ഒരേ വലിപ്പമുള്ളത് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ നോക്കണേ. ഇതില്ലെന്നുണ്ടെങ്കിൽ മുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പിസ്സ ഷെല്ല് തന്നെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫൈനലായിട്ടൊരു ചെറിയൊരു ഹാങ്ങിങ് കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് അതേ കളറിൽ തന്നെ നൂലുണ്ടായിരുന്നതാണ് ആ നൂല് തന്നെ എടുത്ത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരേ ലെവലിൽ നിൽക്കാനായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതില്ലാന്നുണ്ടെങ്കിലും ഈ ഹാങ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ചുമ്മാ ഒന്ന് എക്സ്ട്രാ ഒന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതേ കളറിൽ തന്നെ 2-3 മുത്തുണ്ടായിരുന്നു വുഡിൻ്റെ, അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അത് ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടു നോക്കാം നമുക്ക്. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.